അല്ല, ഇതിലേറെ നല്ല റിയാസിനെ ഏൽപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും വെച്ചാൽ അദ്ദേഹത്തെ ഒഴിയണം. ഇപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിയാസിനെ ഏൽപ്പിച്ചെടുത്തോട്ടെ. പാർട്ടിയിൽ വേറെ ആരും ഇല്ലെങ്കിൽ അതൊക്കെ പാർട്ടിയിലെ തീരുമാനിക്കണ്ടേ. വളരെ ശരിയാണ്. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചൊരു മന്ത്രിസ്ഥാനം തരൂ എന്ന് പറഞ്ഞിട്ട് അന്ന് തീരുമാനിച്ചു ഞാൻ മന്ത്രിസ്ഥാനം കിട്ടാതെ ഇപ്പം വിലയൊന്ന് ശരിയാക്കണം. അതാണ് ശരി. അങ്ങനെ പോട്ടെ. അല്ല, അതായത് നമ്മുടെ ജില്ലാതല വിശദീകരണം നടത്താൻ തന്നെയായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ആളുകൾക്ക് ഒരേ കാര്യമാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉന്നയിച്ച വിഷയം 4 വിഷയങ്ങളാണ്. ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്ത്, ഒന്ന് മാമി കേസ്, ഒന്ന് റിദാൻ വധക്കേസ്, 2 ഡാൻസ് ഓഫ് സംഘവുമായി ബന്ധപ്പെട്ട MDMA വിഷയങ്ങൾ, പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തികം. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾക്ക് മാത്രമല്ല, ഡെയിലി നിങ്ങൾ വന്ന് കാണുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയുന്നു, ഇതെല്ലാം ഒരു സംഗതിയിലാണ്. അപ്പോൾ ആളുകളുടെ ഒരു അഭിപ്രായമാണ്. കാരണം കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ജില്ലാതലത്തിൽ ഒറ്റ യോഗം ഒന്നും കൂടി വിശദീകരിച്ചത് വിശാലമായി നടത്തിയാൽ മതിയെന്ന ആളുകളിൽ നിന്നുള്ള അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടാണ് ഈ ഒരു ഒറ്റ പരിപാടി വെക്കുന്നത്. അതായത് 2ാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്ന സമയത്ത് താങ്കളോട് മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് ചോദിച്ചിരുന്നു, ഇല്ല എന്നും 2 വാദങ്ങൾ പലയിടത്ത് വരുന്നത്. എന്തായാലും സത്യാവസ്ഥ അങ്ങനെ എന്തെങ്കിലും അത് കോടിയേരി സഖാവിന്റെ കുടുംബത്തിനോട് ചോദിച്ചാൽ മതി. അത് ചോദിച്ചാൽ മതി. മുഖ്യമന്ത്രി പറഞ്ഞ വേറൊരു കാര്യം പറഞ്ഞ ഗൂഢലക്ഷ്യമാണെന്നാണ് ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്തെന്നെ ഗൂഢലക്ഷ്യം? ഇപ്പം ഈ കാണുന്നൊക്കെ ഈ പറയുന്നതൊക്കെ എന്നാണ് ഗൂഢലക്ഷ്യം? ഗൂഢലക്ഷ്യം ആർക്കാന്നറിയില്ല. ഗൂഢലക്ഷ്യമില്ലാത്തവരെന്താ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകാത്തത്? എന്താ ADGP സസ്പെൻഡ് ചെയ്യാത്തത്? പ്രതിപക്ഷ പാർട്ടികളും CPI അടക്കം ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ആവശ്യപ്പെട്ടിട്ട് എന്താ? അപ്പോൾ ആർക്കാ ഗൂഢലക്ഷ്യം? ആ സൂചി അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മതി. ഒരു വിരലിങ്ങനെ ചൂണ്ടുമ്പോൾ 5 വിരൽ മുഖ്യമന്ത്രിയുടെ നെഞ്ഞത്തേക്കാണ് ഈ വിഷയത്തിൽ ചൂണ്ടുന്നതെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാണ്. PV അൻവറിനെ ഇതെങ്ങനെ ചൂണ്ടുമ്പോൾ ബാക്കി 4 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്കാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാണ്. അത്രേ ഉള്ളൂ ആ വിഷയത്തെക്കുറിച്ച് പറയാം. ഇപ്പൊ ഈ ഹിന്ദുവിനൊക്കെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ഒരു ചർച്ച കേരളത്തിൽ അവർ ഈ പറഞ്ഞ മാതിരിക്ക് ഒരു കൂടിയാലോചനയോ ഗൂഢാലോചന എന്തും പറയാം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായിരിക്കുന്നു. ആ പരാജയത്തിന്റെ കാരണമായി പാർട്ടി വിലയിരുത്തുന്നത് CPM നടത്തിയ മുസ്ലിം പ്രീണനമാണ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. എന്ത് പ്രീണനം അവിടെ നടത്തിയത്? എന്താ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാനുണ്ടായ കാരണം? ഈ രീതിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിന്റെ കാരണം എന്താ? ഒന്ന്, പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ സ്റ്റോറുകളിൽ ഒരു സാധനം ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ഈ പറയുന്നത് പോലെ തന്നെ പഞ്ചായത്തുകളിലെ ടാക്സും അതുപോലെ തന്നെ പെർമിറ്റ് ഫീസും 500 ഇരട്ടിയും 600 ഇരട്ടിയും വർദ്ധിപ്പിച്ച വിഷയം ഇവിടെ നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ മലയോര മേഖലയിലെ മൃഗശല്യം ഈ 60 മണ്ഡലങ്ങളെ ഭയങ്കരമായി ബാധിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. ഇപ്പോഴും അത് തന്നെയാണ്. അത് ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം അതിന് മറ്റൊരു ഘടകമാണ്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ അതിന് വളരെ നിർണായകമായൊരു സംഗതിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ CPMനെ കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPMനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇതിൻ്റെ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പമാണ് കേരളത്തിലെ ജനമെന്ന് ആ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. ഈ വികാരങ്ങളെല്ലാം നിലനിൽക്കുക, അതൊന്നും പരിശോധിക്കുന്നില്ല. പിന്നെ പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവിടുത്തെ ടാക്സിക്കാർ, ഇവിടുത്തെ വഴിയോര കച്ചവടക്കാർ, ഇവിടുത്തെ എന്താ പറയുക വിദ്യാർത്ഥികൾ, രാവിലെ തൊഴിലിൽ നിന്ന് പോകുന്നവർ, വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഗവൺമെന്റിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. ആ രീതിയിലായിരുന്നു ഫൈൻ അടപ്പിക്കുന്നത്. ആ രീതിയിലായിരുന്നു പോലീസ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ പ്രദേശമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന എന്താ പറയുക ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ഇവർ അഡ്രസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഒറ്റ കണ്ടെത്തലാണ് എന്ത് മുസ്ലിം പ്രീണനം. എന്ത് മുസ്ലിം പ്രീണനം നടത്തിയത്? എന്നാൽ പിന്നെ അത് പാർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതുവരെ പ്രീണനം നടത്തിയതല്ല, ഇനി ഒരു
ഹൈന്ദവ എന്താ പറയുക ചിന്താഗതിയോട് കൂടി RSSും BJPയുമായി ഒരു താതാത്മ്യം പ്രാപിച്ച് പോയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന തെറ്റായ വിലയിരുത്തൽ, പരിപൂർണമായ തെറ്റായ വിലയിരുത്തൽ. ആ വിലയിരുത്തലാണ് ഈ പറയുന്ന രീതിയിലേക്ക് RSSനെ സന്തോഷിപ്പിക്കാൻ മലപ്പുറത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നതും ഹിന്ദുവിന് വിളിച്ച് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വരുന്നതും. ഇതാണ് ഇതിൻ്റെ വസ്തുത. എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരോട്, കമ്മ്യൂണിസ്റ്റുകാരോട്, സഖാക്കളോട് പറയാനുള്ളത് അതാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. അടിമകളാകുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങളിത് ആലോചിക്കണം. ഞാൻ ഈ പറയുന്നതിൽ വസ്തുതയുണ്ടോ? അതല്ല, നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം. ഈ സഖാക്കളൊക്കെ ഇനിയും സ്വയം കുഴിയിലേക്ക് പോകാനാണോ നിങ്ങൾ തീരുമാനമെങ്കിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടാണ് ഈ സ്ഥിതിയിലെത്തിയിട്ടുള്ളത്. അപ്പം സഖാക്കൾ ആലോചിക്കട്ടെ, ഇടതുപക്ഷ പ്രവർത്തകർ ആലോചിക്കട്ടെ. എത്ര വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ.